Hello guys, welcome back to our channel Seether Elsa Official. അപ്പോ ഹലോ ഹായ് യോ അപ്പോ നമ്മളുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറി കമ്മിങ് അപ്പ്. എങ്ങനെ യെസ് 4th വെഡിങ് ആനിവേഴ്സറി അതും വിത്ത് നമ്മുടെ അരിമണി ഈശ്വര പിന്നാമ്പർ ഉള്ള ഈശ്വര കണി കാണുന്നത് അവന്റെ പിന്നാമ്പറും ആണല്ലോ കണി. അതെ അതെ കേരളം കഴിഞ്ഞിരുന്ന നന്മ. അപ്പോ എന്തൊക്കെയായാലും നമുക്ക് ഇന്ന് എന്താ ചെയ്യാൻ പോണ നമ്മൾ പറഞ്ഞേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഈ ട്രോഫി ഒന്ന് അപ്ലോഡ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് യെസ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരാൻ പോവാണ്. കുഞ്ഞു വന്നതിന് ശേഷമുള്ള 4th വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ എല്ലാ വെഡിങ് ആനിവേഴ്സറിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാറുണ്ടല്ലോ, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ രണ്ടുപേരും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കൊടുക്കുന്നതെന്ന് സർപ്രൈസ് ആണ്. സാധാരണ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ആണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്, സർപ്രൈസ് എന്താണെന്ന് റിവീൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ വിചാരിച്ചു നമ്മൾ ഒന്നിച്ച് പോയിട്ട് ആ ഒരു വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഫേസിലുള്ള ഒരു സർപ്രൈസ് എന്താണെന്ന് കാണിക്കാം, അങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇത്തവണ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വേണമെന്നാണ്. ബിക്കോസ് കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറി മുതൽ ഈ വെഡിങ് ആനിവേഴ്സറി വരെ ഞങ്ങൾ രണ്ടുപേരും ഗിഫ്റ്റിന് വേണ്ടി മാത്രം ഇങ്ങനെ പൈസ കൂട്ടി വാങ്ങിച്ചിട്ടുണ്ട്. എത്രയാണെന്ന് രണ്ടുപേരും പറഞ്ഞിട്ടില്ല. സോ എന്തായാലും എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ എന്താ ചെറിയ വിലമതിക്കുന്ന എന്തുകൂടി മാലകൾ, വളകൾ, മാലകൾ, നെക്സലൈറ്റുകൾ തള്ളു നിർത്ത്. ഓക്കെ, അപ്പം ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങി കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഒരു എഗ്രിമെന്റിൽ എത്തിയേക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൂട്ടി വെച്ച് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചെടുക്കുമ്പോൾ സന്തോഷമുള്ള കാര്യമല്ലേ? അത് യെസ് അതേന്ന്. ഇതെന്താണ് ഒരുപാട് കഷ്ടപ്പാട്. അതെ, നിങ്ങൾ വിചാരിക്കും ഞാൻ കറിച്ചട്ടി കടിച്ചതാണെന്ന്. അല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുഞ്ഞു മാന്തിയതാണ്. അല്ല, യവൻ തന്നെ ഒരു ടിഷ്യൂന് തുടച്ചത്, ഒരു നഖം ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ടായി പറഞ്ഞിട്ട് കീറി. അവന്റെ മുഖം എന്തായാലും അങ്ങനെയായി. അപ്പൊ ഞാൻ എന്തായാലും റെഡി ആവുന്നതിന് മുമ്പ് എന്റെ സ്കിൻ കെയർ ഒന്ന് ചെയ്യാൻ പോവാ. നിങ്ങൾക്കറിയാലോ, ഞാൻ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ഞാൻ ഈ മുഖത്ത് വരുന്ന കറുത്തപാട്, കുരുക്കള്, സൺബേൺ ഇതൊക്കെ പോകാനായിട്ട് എങ്ങനെയൊക്കെ ഇത് കളയാം, അങ്ങനെ എങ്ങനെയൊക്കെ ഫേസിനെ ട്രീറ്റ് ചെയ്യാമെന്ന് എപ്പോഴും എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ കറന്റ് ഞാൻ അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അതിന്റെ ഡീറ്റെയിൽസും പറഞ്ഞുതരാം. കം ഓൺ. ഡെഡ് സ്കിൻ സെൽസ്, സ്ട്രെസ്, ഫ്രീ റാഡിക്കൽസ് ഒക്കെ കാരണം നമ്മുടെ സ്കിൻ ഭയങ്കര ഡള്ളും ഡീഹൈഡ്രേറ്റും ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഡള്ളായ നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് റിച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു വിസിബിളി ബ്രൈറ്ററും ഹൈഡ്രേറ്റഡ് സ്കിന്നും കൂടാതെ നമ്മുടെ നാച്ചുറൽ ഗ്ലോ റിവീൽ ചെയ്യുകയും ഒരു ഈവൻ സ്കിൻ ടോൺ തരികയും ചെയ്യുന്നു. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് സെറം. 10 times നിയാസിനമൈഡ്, 5 times വൈറ്റമിൻ സി ആൻഡ് പവർ ഓഫ് ഓറഞ്ച് ഉണ്ട്. ഡെയിലി ഒരു 2 times ഫേസിലും നെക്കിലും ഒക്കെ 2-3 drops ഈ സെറം അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്ന സെറം അപ്വേർഡ് സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ. ഈ സെറം അബ്സോർബ് ആവുന്നവരെ ചെയ്യണം കേട്ടോ. അതിനുശേഷം ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് സ്കിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നാണ്. ടു ഗെറ്റ് വിസിബിളി ബ്രൈറ്റർ ആൻഡ് ഗ്ലോയിങ് സ്കിൻ ഫ്രം ഡേ 3. ഇത് നമ്മുടെ ഫേസിലെ പിഗ്മെന്റേഷൻ ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്ത് സ്കിൻ ഗ്ലോ ഇംപ്രൂവ് ചെയ്യുന്നു. ഇതിൽ ഇൻഗ്രീഡിയന്റ് ആയ ഓറഞ്ചിന്റെ ബെസ്റ്റ് ഓഫ് നേച്ചർ എന്നും നിയാസിനമൈഡ് ആൻഡ് വൈറ്റമിൻ സി ബെസ്റ്റ് ഓഫ് സയൻസ് എന്നും പറയുന്നു. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഡിഫറൻസ് അറിയാൻ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇവിടെ കൊടുത്തേക്കാം. പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഈ പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആൻഡ് ആപ്പിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പൊ സ്കിൻ കെയർ കഴിഞ്ഞു, ഇനി നമുക്ക് മേക്കപ്പ് ചെയ്യാം, ഡ്രസ്സും മാറാം, എന്നിട്ട് ഇറങ്ങാം. ഹലോ, ഒന്നും സമയമില്ല, വേഗം കാറി കയറി അങ്ങോട്ട് വന്നു. ബാക്കി മൊത്തം കാറി വെച്ച് പറയാം കുട്ടി, വരൂ. ഓക്കേ ഗായ്സ്, അങ്ങനെ നമ്മള് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുറപ്പെടുവാണ്. യെസ് സൊല്ലും കൂടണ ഡ്രസ് ആണെങ്കിൽ വേണ്ട, ഇപ്പഴേ ഞാൻ പറയുക. ഒരാള് ഗിഫ്റ്റ് തരുമ്പോ അതെന്തോ ആണ്, ഡ്രസ്സാണ് എന്താണെന്ന് ചോദിക്കാൻ പാടില്ല, അത് മേടിക്കണം, അത്രേ ഉള്ളൂ. ബഡ്ജറ്റ് വെക്കട്ടെ, 1000 രൂപ. എന്താ ഉദ്ദേശം? എന്റെ ഉദ്ദേശം നടക്കില്ല കള്ള ഹിമാറ. ലാപ്ടോപ്പാ അറിയാം. എന്നാന്ന് ഏത് മോഡൽ വേണം? എത്ര രൂപയാടോ? മൈക്ക് വെച്ചിട്ട് ചവിട്ടിലത് പതുക്കെ പറയാം. ഞാൻ ചോദിച്ചിട്ട് പറയാം.
വേണ്ടേ? ഞാൻ വാങ്ങിക്കും. ഇച്ചിരി കൂടുതലല്ലോ ഈ വാച്ചൊക്കെ. ഇല്ലല്ലോ. 1500 രൂപ വാച്ച്. വാട്ടർ റെസിസ്റ്റന്റ് അറിയാവോ? ഹീറ്റ് റെസിസ്റ്റന്റ്, വാട്ടർ റെസിസ്റ്റന്റ്. എന്തിനാ ചിരിക്കുന്നേ? ഇവിടെ കിട്ടിയില്ലാത്തോണ്ട് സന്തോഷം. ഞാൻ എന്റെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തിന്? ഇവിടെ ഞാൻ ഏതാ പറഞ്ഞില്ലയോ, എനിക്ക് ഏറ്റവും കുറഞ്ഞ എനിക്കൊരു 3-4 എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം ഈ പൈസ ഉണ്ടെങ്കിൽ. ലുലുലോട്ട് വണ്ടിയുടെ പിന്നെ നടക്കാവില്ല. എന്താ നിനക്ക് എന്ത് വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? PSY കാശ് കളഞ്ഞത്. PS5 മതിയാ? അതും വേണ്ട, അതും വേണ്ട, കാരണം സമയമില്ലല്ലോ. എന്നാ എയർപോർട്ട് ആയാലോ? എയർപോർട്ടും വേണ്ട. അത് നീ ഉപയോഗിക്കുന്നതല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു പെണ്ണെ, ഈ സംഭവത്തിന്റെ ഒക്കെ ഫസ്റ്റ് കോപ്പി കിട്ടും. ജസ്റ്റ് 5000 രൂപ അല്ലെങ്കിൽ 4000 രൂപ കൊടുത്താൽ മതി. അതൊക്കെ ആരറിയാൻ പോണു. അത് വ്യത്യാസമുണ്ട്, വലിപ്പത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ iWatchന്റെ ഒക്കെ ഡിസ്പ്ലേ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ഡിസ്പ്ലേ എന്റെ വാച്ച് ആരും ഇങ്ങനെ വെച്ച് നോക്കാൻ പോണില്ല, വന്നിട്ട് ഞാൻ മാത്രമേ നോക്കത്തുള്ളൂ. അത് ബ്രാൻഡ് ഉപയോഗിക്കുന്നവർക്ക് കണ്ടാ പെട്ടെന്ന് മനസ്സിലാവും. അമ്മ നോക്കണ്ട. ശരി, അപ്പൊ വേറെന്ത് വേണം? ഞാൻ പറഞ്ഞില്ല, ആ പൈസ എന്തെങ്കിലും പൈസ വരൂല. കഴിഞ്ഞ മറ്റേ കൊടുത്തില്ലേ നമ്മള്? കഴിഞ്ഞ പ്രാവശ്യം PS5 മേടിക്കാൻ വെച്ച കാശ് എടുത്താണ് വയനാട് ദുരന്തത്തില് അവർക്ക് കൊടുത്തത്, ബർത്ത്ഡേക്ക് മേടിക്കാൻ വെച്ച പൈസ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് PSI വിധിച്ചിട്ടില്ല നടത്തും. ജിക്ക് ജിക്ക് നടക്കുന്ന. അങ്ങനെ നമ്മള് iWatch വാങ്ങിക്കാൻ വന്ന് ഇവിടെ എത്തിയപ്പോൾ മനസ്സ് മാറി. 1.5 മണിക്കൂറിന് ശേഷം എന്തുകൊടുത്തെ ഒരു സ്മാർട്ട് വാച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. സമയം പോകുന്നതുകൊണ്ടും വിശക്കുന്നതുകൊണ്ടും ഞാൻ പറഞ്ഞ ഉള്ളത് എടുത്തിട്ട് പോരാ. വാച്ച് ഇവിടെ പൈസ കുറെ ലാഭം ആയതുകൊണ്ട് നിനക്ക് ഒരു ഗിഫ്റ്റ് കൂടെ ഉണ്ട്. കമോൺ. ഓ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. പറഞ്ഞ പോലെ ഇത് ഭയങ്കര ലാഭത്തിലായതുകൊണ്ട് നിനക്കൂടെ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. സംഭവം എന്റെ കുറെ നാളത്തെ സേവിങ്സ് ആണ്. ഞാൻ സേവ് ചെയ്ത് വെച്ച് നിനക്ക് എന്തെങ്കിലും വാങ്ങിത്തരാന്ന് വിചാരിച്ചപ്പോ അവൻ അതിൽ എനിക്ക് ലാഭം ഉണ്ടാക്കി തന്നു. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. എന്റെ ഗിഫ്റ്റ് എവിടെ? അദ്ദേഹം ഡയറ്റിലാണേ. ഇദ്ദേഹം ഡയറ്റിലാണല്ലേ? എല്ലാം ഡയറ്റാണ്. ആരും കണ്ടില്ല. നോക്ക്, ഞാനുണ്ടല്ലോ, ഞാൻ ഒരെണ്ണമാണ് പറഞ്ഞു വിട്ടത്. വളരെ മിതമായ ആഹാരം മാത്രമേ കഴിക്കാറുള്ളൂ ഞങ്ങള്. അല്ല ചിതമ്മ, വളരെ മിതമായ രീതിയിൽ ഫുഡ് ഉള്ളത്. വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ആയതുകൊണ്ട് മാത്രമല്ലേ ഞാൻ ഇതൊന്നും കഴിക്കാറില്ല. കുബൂസ് എവിടെ? എടാ പറയട്ടാ, കുബൂസ് ഞാൻ കഴിക്കൂല. സുഖിയൻ ഡയറ്റുള്ളവർ ഒരു 3 സുഖിയൻ, 2 ഉന്നക്കായ. അടുത്ത് തപ്പാൻ പോയെന്നറിയാം മയണീസ്. എന്തോ അന്വേഷിക്കുന്നേ? മയണീസ് വെഡിങ് ആനിവേഴ്സറി ആയിട്ടെങ്കിലും ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ അനുവദിക്കുന്നതാണ് അതിന്റെ ഒരു. ക്യാമറ കൊണ്ടൊന്ന് പാൻ ചെയ്തേടാ. ഇത്രയും ഫുഡ്, ഇഷ്ടമുള്ള ഫുഡ് പോരെ? ഞാൻ ഉദ്ദേശം എന്താ അറിയോ, നമ്മളിപ്പോ ജങ്ക് ഫുഡ് കഴിക്കുന്നതിന്റെ പുറമെ ഇത്തിരി ഹെൽത്തി ഫുഡ് കഴിക്കുന്ന ഒത്തിരി സാലഡ് എടുക്കാനാണ് ഞാൻ പോയത്. അതെ അറിയോ, മൊത്തം വിത്ത് മയണീസ് സാലഡ്. നമ്മള് കരിക്കുമ്പളം മേടിച്ചിട്ടുണ്ടേ, എനിക്ക് മാത്രം. ബാക്കി എല്ലാവർക്കും എന്താ വേണ്ടത് എടുത്തു. ശരിക്കും അതല്ല, ഇവിടുന്ന് പിറക്ക്. പെറുക്കി എടുക്കൂ കുട്ടി. അവർക്ക് വേണ്ടത് ഗ്രേപ്പ്. നോ ആഡഡ് ഷുഗർ ആണ്, ഷുഗർ ഒന്നും ഇല്ല. സ്ട്രോബെറി വെച്ച് കളയാനല്ലേ, പുഴിപ്പിച്ച്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച സ്ട്രോബെറി നിനക്ക് അരിഞ്ഞു തന്നോർക്കുണ്ടാ കിവിയുടെ കൂടെ. തോന്നിയ ദിവസം പറയുന്നു ഒരു കുട്ടനെ മാർക്ക് ബ്ലോക്കാണ്. കുട്ടി ഒരു സ്ട്രോബെറി എടുക്കട്ടെ പ്ലീസ്. പിടിച്ചേ, ഞാൻ വരാം. പോരാവേ, വന്നേ, വാ വേമ്പോ. പറഞ്ഞാണോ ഞാൻ? ഇവിടെ ചീറ്റോസ് ഇല്ല പണ്ടാരം. ലേസ് എടുക്കാം. ഫ്രണ്ട് അയാളുടെ ഫേസ് എടുത്തു, ഫേസ് മാത്രമേ, എന്നെ വേണ്ട. ചിതമ്മ, ചീറ്റോസ് കിട്ടിയില്ല കേട്ടോ. ചീറ്റോസ് കിട്ടിയില്ല, ഇവിടെ ഇല്ല ചീറ്റോസ്. ഹാപ്പി ആയില്ലേ? നമ്പർ വേണ്ട, 2 മിനിറ്റ്. ഇപ്പൊ നമ്മൾ എത്താറായി. ഇവിടെ പാർക്ക് ചെയ്യാം.
ഡേയ് എന്തിടാ എന്താ ലാഫ് ചെയ്യുന്നേ? ഫിയർ ആയോ? ഹായ്, ഞങ്ങൾക്കൊരു കീബോർഡ് വേണമായിരുന്നു. ഇഷ്ടമുള്ള വാങ്ങിച്ചോ. ഇതൊന്നും നമുക്ക് ചെറിയൊരു കീബോർഡ് മതി, വേറൊന്നും വേണ്ട. ഞാൻ വായിച്ച് പഠിക്കുന്നേ ഉള്ളൂ. എടാ അത് മതി സിനിമ. ഇതോ? അത് മതി. എടാ ഞാൻ വായിച്ച് പഠിക്കുന്നില്ലേ ഉള്ള. ഇപ്പോഴെന്തിനാ ഹൈ സംഭവമൊക്കെ? ഇത് കണ്ട, ഇത് തന്നെ വലുതാ കണ്ട. അങ്ങനെയുണ്ട്, കൊള്ളാം. 21. ഇത് 21, ഇത് 10. ഇത് മതി. ഇതൊന്നും വർക്ക് കാണിച്ചാൽ മതി. എന്നാ അത് മതി. ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഇവനെ കൊണ്ടുപോകണമെങ്കിൽ നഷ്ട കച്ചവടം ഒന്നുമില്ല. നമ്മൾ ഇവൻ വന്നിട്ട് നേരെ കുറച്ച് 10 ആക്കി. പക്ഷെ എന്നെ നീ അങ്ങനെ കരുതരുത്. ഇല്ല, ഒരിക്കലും. എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ചോദിച്ചു മേടിക്കും. സിനിമയ്ക്ക് ഒരു മന്തി ഒരു അൽഫാം കൊടുത്താൽ സെറ്റായ. ഇവനെക്കുട്ടി ഈ സ്റ്റാൻഡ് വേണ്ടേ നിനക്ക്? സ്റ്റാൻഡ് വേണമല്ലോ. അതും ബേസിക് എനിക്ക് അറിയുള്ളൂ. മാറി ഞാൻ നോക്കട്ടെ. ഇവരുടെ ഒരെണ്ണം ഉണ്ട്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ? കാതൽ അണുക്കൾ ഉടമ്പിൽ എത്തനെ, ന്യൂട്രോൺ ഇലക്ട്രോൺ ഉന്നീല കണ്ണിൽ മൊത്തം എത്തനെ. എന്നെ ഒരു വായന കണ്ട, താളം കേട്ടാ. വേണോ? വേണ്ട ചുമ്മാ ആദ്യം ഉള്ളതൊക്കെ വെട്ടണ. ആദ്യം ഉള്ളൊരെണ്ണം ഞാൻ വായിക്കട്ടെ. പോവാ. അവ എല്ലാം കഴിഞ്ഞു. വന്നേ. താങ്ക് യു വെരി മച്ച്. എന്റെ ഗിഫ്റ്റ് എന്താ? എനിക്ക് തന്നെ കൂട്ട് കട വരേണ്ട ആവശ്യമൊന്നുമില്ല. തന്റെ ഗിഫ്റ്റ് ഒക്കെ റെഡിയാണ്. എവിടാ? അതൊക്കെ റെഡിയാണ്. ഒരു കോൾ മട്ടും പോതും. ഗിഫ്റ്റ് ഒക്കെ ഇങ്ങനെ പറന്നു വരും. ശരി, താങ്ക് യു ഗൈസ്. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. അതാരാ അത്? ഞങ്ങളെ നോക്കി ഒരാൾ ഇവിടെ ഇരുന്ന് എത്ര നേരം അയച്ചിന് എന്റെ മോണ്. നമുക്ക് ഒളിക്യാമറ. അച്ചക്ക് പിയാനോ. എവിടെ പോണു? തുള്ളി ഇതുവരെ കഴിഞ്ഞില്ലേ ഇത്? അച്ചക്ക് പിയാനോ കിട്ടി. കുഞ്ഞിന് വേണോ പിയാനോ? അച്ചടാ പിയാനോ. വായിച്ചത് ഏത് ട്യൂണാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ശിതുമയ്ക്കുള്ള ഗിഫ്റ്റ് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കൊണ്ടുവരും, കണ്ടോണം. ഗിഫ്റ്റ് വന്നിരിച്ച്. ഇതാണ് ഞാൻ പറഞ്ഞ ദൂരത്തുള്ള വ്യക്തി. ഈ ഗിഫ്റ്റ് ഇവിടെ വെക്കാൻ സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പുറത്ത് കൊടുത്തേപ്പിച്ചായിരുന്നത്. ഗിഫ്റ്റ് വന്നു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ അതിഥി ശീതളൽസ് ഒഫീഷ്യലിനെ വേദിയിലേക്ക് നമുക്ക് ആനയിച്ച് കൊണ്ടുവരാൻ. ശിതുമോയ് എവിടാ? ഇങ്ങോട്ടാ മൈക്ക് തിരിച്ചതാ. ആ മൈക്ക് കൊണ്ടാ പോയേക്കുന്നത്. താങ്കോ എന്നാ ഞാൻ മൈക്ക് കുത്തിക്കൂ, തിരിച്ചു കുത്തിക്കൂ. ഉറങ്ങുമ്പോഴും മൈക്ക് നല്ലതാ. ഇതൊക്കെ എടുത്തു വെച്ചത് ഈ വാറണ്ടി കാർഡും ബില്ലും ഒക്കെ എടുത്തു വെച്ചല്ല. വാച്ച് താൻ കെട്ടിത്തരണം. കൊച്ചിന് ഗിഫ്റ്റ് വന്നില്ലല്ലേ? ഈ വിനോട്ടം വിളിച്ചാൽ അല്ലെങ്കിൽ വേണ്ട, വെറുതെ കഴുത്ത് ഇങ്ങനെ ഉറക്കം വന്ന് പുളിച്ച് നിൽക്കുവാണ്. പുളിച്ച തെറി വിളിക്കും. നീ വന്നേ അവിടെ നിൽക്കി. അങ്ങോട്ട് നോക്ക്, വേണ്ട ക്യാമറ ഓണാ. എന്തോത്തിന്? ഓക്കെ, ഔട്ട്രോ പറയാനായിരിക്കും. നന്നായി ഞാൻ ഇപ്പൊ ഡ്രസ്സ് പറയാനേ.
യെസ് ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ തീർന്നിരിക്കുകയാണ്. ഞാൻ അവന് കൊണ്ടുപോയി ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എനിക്ക് അവൻ ആരാണ്ട് വിളിച്ചാ വരും. പ്രീമിയം റൈസല്ലോ ആപ്പിള്, ഇത്രയും വലിയ കവറില് ചാക്ക. മുഴുവൻ മൈക്ക് ബ്രോ. എന്താണ് മാക്ബുക്ക് പ്രോ. ഇഷ്ടപ്പെട്ട താങ്ക് യു സോ മച്ച് വിനുക്കുട്ടേ, താങ്ക് യു. മാക്ബുക്ക് പ്രോ എത്ര രൂപ ഞാൻ ചിന്തിക്കാവുന്നേ ഉള്ളൂ. എണ്ണുക വൺസ് എത്ര പൂജ്യമുണ്ട്, എത്ര വൺസ് ടെൻസ് ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ലാക്ക്. 100 രൂപ കുറവോ? എന്നിട്ടാണോ നീ ഇന്ന് അവിടെ കിടന്നുണ്ട് ഞാനൊരു ഐവാച്ച് മേടിക്കാൻ പറയും ഇത്രയും പ്രഹസനം കാണിച്ചത്? ഐവാച്ച് കൊണ്ട് എനിക്ക് എന്ത് ഉപയോഗം? ഇതുകൊണ്ട് നമുക്കിനി എഡിറ്റ് ഫാസ്റ്റ് ആകും, ഈസി ആകും. എങ്ങനെ ഇരിക്കണം? ഇത് എനിക്കിട്ടുള്ള ഗിഫ്റ്റ് ആണോ എനിക്കിട്ടുള്ള പണിയാണോ എനിക്ക് മനസ്സിലായില്ല. എഡിറ്റിംഗ് എളുപ്പമാകാൻ വേണ്ടിട്ട് ഭാര്യക്ക് അവൻ ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തേക്കും, മാക്ബുക്ക്. കൊച്ചിന് ഓൾറെഡി മാക്ബുക്ക് ഉണ്ടല്ലോ, പക്ഷെ ഇതിന് സ്റ്റോറേജ് കൂടുതലാണ്. മറ്റേത് എനിക്ക് തന്നേക്കും. പെൺകുട്ടിക്ക് കീബോർഡ് വാങ്ങിച്ചതും വാച്ച് വാങ്ങിച്ചതും ഫുഡിന്റെ സാധനങ്ങളും എല്ലാം കൂടെ എനിക്ക് 20,000 രൂപ ചെലവായി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് ഇത് കുഞ്ഞു വന്ന വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് വാങ്ങിക്കാൻ പോണതെന്ന്. നമ്മൾ ഒരു വർഷം ഗിഫ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വർഷം വരെ പിന്നെ ഗിഫ്റ്റിന് വേണ്ടിയിട്ട് എവറി ഇയർ സേവ് ചെയ്യും. എൻ്റെ സേവിങ്സിൽ എനിക്ക് 20,000 രൂപ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. താങ്കളും എൻ്റെ 50 ഉണ്ടാക്കി, അതിൽ 20 സ്പെൻഡ് ചെയ്ത്. അപ്പൊ അടുത്ത കൊല്ലത്തേക്ക് എനിക്ക് ഇനി അതിലിട്ട് സ്പെൻഡ് ചെയ്യും. അത് വീഡിയോ സിമ്പിൾ വീഡിയോ. തരിമണിയാണെങ്കിലും അവനെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ പരിപാടിക്കൊക്കെ പോയത്, അല്ലെങ്കിൽ ഈ പരിപാടി നടക്കത്തില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു സന്തോഷത്തിന്റെ സൂചകമായിട്ടുള്ള ഗിഫ്റ്റുകൾ. വിൻകുട്ടയ്ക്ക് ഒരു പിയാനോ, ഒരു വാച്ച്, എനിക്കൊരു മാക്ബുക്ക്. അപ്പൊ ഞാൻ ഇനി മുതൽ ഇതിൽ പണിയെടുത്തിട്ട് നമ്മുടെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യും. വിൻകുട്ട ഇതിൽ സമയം നോക്കിയിട്ട് ഇതിൽ കുത്തിക്ക് സമയങ്ങളെ അല്ലേ 2 മണിയാവുന്ന ഭയങ്കരമായിട്ട് ഉറക്കം വരുന്ന. ഇങ്ങനത്തെ കമന്റ് ഒന്നും ഇടരുത്. പൈസക്കാർക്ക് എന്തോ ആവാലോ എന്നൊന്നും പറഞ്ഞ് കമന്റ് ഇടരുത്. കാരണം കഴിഞ്ഞ ജാനുവരി തൊട്ടിട്ട് ഈ ജാനുവരി വരെയുള്ള നമ്മുടെ സേവിങ്സിൽ നിന്ന് കൂട്ടി വെച്ച പൈസ എന്നാണ് നമ്മളിത് വാങ്ങിച്ചേക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമ്മുടെ ഹാപ്പിനെസ്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. അല്ലാതെ പൈസ എന്ത് ചെയ്യാൻ, ഹാപ്പിനെസ്സിന് വേണ്ടിയല്ലേ സ്പെൻഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞങ്ങൾ കൂട്ടി വെച്ച പൈസയിൽ വിനുവിന് ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ മേടിച്ചത്. നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇവൻ അങ്ങനെ ബ്രാൻഡിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ചെറിയ സാധനങ്ങൾക്കാണ് അവന് ഹാപ്പിനെസ്. സോ അതാണ് ഞാൻ ഐവാച്ച് എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ വിചാരിച്ചു ഇവന് അത് മേടിച്ചു കൊടുത്തിട്ട് ഇവൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിട്ടാലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവൻ അതിൽ നിന്ന് മാറി. അവനെടുത്ത് ഈ വാച്ച് എനിക്ക് മനസ്സിലായത് സ്പോർട്സിന് ഭയങ്കരമായിട്ട് യൂസ് ആവുന്നതാണ്. വിനുവിൻ്റെ ഓടാൻ പോകലും നടക്കാൻ പോകലും ഒക്കെ ട്രാക്ക് ചെയ്യാനാണ് ആ പരിപാടി. പിന്നെ കീബോർഡ് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ റീസൺ ഈ ക്രിസ്മസിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ വീഡിയോ ഉടനെ ഇടുന്നുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞു പോയി, എന്നാലും ഞാൻ ആ വീഡിയോ ഇടാത് കഴിഞ്ഞിട്ട് ആറത് ഒരു സാധനം തന്നുകൊണ്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ കൊച്ചിനൊരു പിയാനോ വാങ്ങി ഇരിക്കുന്നത് കണ്ട്. അപ്പോൾ വിനു ഒരു 5 മിനിറ്റ് കൂടി പോയി, അത്ര അതിനകത്ത് ഇരുന്നുള്ളൂ. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഒന്ന് താഴെ പോയി തിരിച്ച് കയറി വന്നപ്പോൾ ഇവൻ എന്നെ ഒരു ടൂൺ വായിച്ചു കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ ഇത്ര പെട്ടെന്ന് ഇവരെങ്ങനെ പഠിച്ചത്. ഇവർ ഭയങ്കര ഇൻട്രസ്റ്റ്. എന്നോട് പറഞ്ഞൊന്നുമില്ല നമുക്കൊരു പിയാനോ വാങ്ങിച്ചാലോ അങ്ങനെ ഒന്നും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിനെപ്പറ്റി വിനു പറയാനായിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന്. സോ അപ്പം ഞാൻ വിചാരിച്ചതാണ് ഇതൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു പിയാനോ വാങ്ങിച്ചു കൊടുത്തു. വാച്ച് വാങ്ങിക്കാൻ ചെന്നപ്പോൾ മോന്ത കടന്ന ലൂത്തിയ പോലെ ഇരുന്ന് വെച്ചത്. പക്ഷേ ഒരു പിയാനോ വാങ്ങിച്ചു കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. നമ്മൾ വാച്ച് വാങ്ങിച്ചപ്പോഴും അത്ര സന്തോഷം ഉണ്ടായില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ബ്രാൻഡുകളോട് ഇത്തിരി ഇഷ്ടം കൂടുതൽ ആളുള്ളതുള്ള പോലെ പറഞ്ഞല്ലോ. ഓരോ മനുഷ്യർക്കും ഓരോരോ ഇഷ്ടങ്ങൾ അല്ലേ. ബ്രാൻഡിനോട് ഇഷ്ടം കൂടുതലാണെന്ന് വിചാരിച്ചാൽ അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല, നല്ല കാര്യമാണ്. വേറൊന്നുമല്ല, ഇയാൾക്ക് ആ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യും. എനിക്ക് ആ ബ്രാൻഡ് ഉണ്ടെന്നുള്ള ആ ചിന്ത കൊണ്ട് ഇയാൾ കൂടുതൽ വർക്ക് ചെയ്യും.
അപ്പോൾ അതാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നമുക്ക് വേണ്ടിയും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയും സന്തോഷം കിട്ടാനായിട്ട് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഈ വീഡിയോ എന്നുള്ളൊരു മെസ്സേജ്. സോ പൈസക്കാർക്ക് എന്തോ ആവാലോ എന്ന് പറഞ്ഞൊന്നും നിങ്ങൾ കമൻറ്റ് ഇടരുത്. നമ്മുടെ ഒരു വർഷത്തെ സേവിങ്സ് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മൾ വീണ്ടും സേവ് ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സേവ് ചെയ്യുന്നതിനേക്കാൾ വലിയ ത്യാഗമല്ല, അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ. അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ അത് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇങ്ങനെ കുലുക്കി നിങ്ങൾക്ക് പ്രാന്താവുന്നവരും കുലുക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കുലുക്കാതിരിക്കണം. മതി. സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.